കുമ്മണ്ണൂരിൽ ആനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ച സംഭവത്തിൽ കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് DFOയെ കണ്ട് വിശദമായി ചർച്ച ചെയ്യുകയും ഒരു 5 ആവശ്യങ്ങൾ അടങ്ങുന്ന നിവേദനം സമർപ്പിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ പോസിറ്റീവായിട്ടാണ് DFO ആ വിഷയം കേട്ടതും പരിഗണിക്കുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കും. അപ്പൊ നമ്മള് മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനവാസ കേന്ദ്രത്തിലേക്ക് ആന ഇറങ്ങാതിരിക്കാനുള്ള ഒരു ശാശ്വതമായ ഒരു മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പൊ സോളാർ ഫെൻസിങ് അത് അവിടെ ഉണ്ട്, അത് കുറച്ചുകൂടെ കാര്യക്ഷമമാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം അവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു ആവശ്യം എന്ന് പറയുന്നത് കിടങ്ങ് കുഴിക്കുക എന്നതാണ്. അപ്പോ അത് വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് DFO അറിയിച്ചിട്ടുണ്ട്. 300 മീറ്റർ മേഖലയുടെ ഭാഗത്ത് കിടങ്ങ് കുഴിക്കാൻ അടിയന്തരമായ നടപടിയിലേക്ക് കടക്കും എന്ന് കർഷക സംഘത്തിന് ഉറപ്പു നൽകിയിട്ടുണ്ട്. അതുപോലെ നഷ്ടപരിഹാരം, പരമാവധി നഷ്ടപരിഹാരം ഉറപ്പാക്കുന്നതിന് വേണ്ടുന്ന ഇടപെടൽ ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ നൈറ്റ് പെട്രോളിംഗ് കാര്യക്ഷമമാക്കാൻ ഇടപെടും എന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോ കർഷക സംഘം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പ് ഞങ്ങൾ പാലിക്കുമെന്ന് 100% വിശ്വസിക്കുകയാണ്. നിരന്തരമായി ഈ ആനശല്യം കഴിഞ്ഞ ദിവസങ്ങളിൽ 3 ദിവസം അടുപ്പിച്ചാണ് നമ്മുടെ ഉള്ളത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് സംരക്ഷണ വേലി ഉൾപ്പെടെ ഇട്ടിട്ടുള്ള ഒരു വ്യക്തിയുടെ പുരയിടത്തിലാണ് ഈ ആന ഇങ്ങനെ നശിപ്പിക്കുന്നത്. പുള്ളിക്ക് പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഇത്രയും രൂപ മുടക്കി, ലക്ഷങ്ങൾ മുടക്കി കൃഷി ഉണ്ടാക്കി പുള്ളിയുടെ ജീവിതമാർഗത്തിന് വേണ്ടി ചെയ്ത ഒരു കാര്യം നമ്മൾ പോയി കണ്ടു. അത്രയ്ക്ക് ദയനീയാവസ്ഥയാണ് ആ കൃഷിയിൽ നമ്മൾ കാണാൻ സാധിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ DFOയെ കണ്ടു. DFOയുടെ നമ്മൾ 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പുള്ളി ഉറപ്പ് തന്നിട്ടുണ്ട്. അത് നമ്മൾ അതിൽ വിശ്വസിക്കുന്നു. കൃഷിനാശത്തിന് നമ്മൾ ഓൺലൈനിലാണ് അപേക്ഷ കൊടുത്തിരിക്കുന്നത്. അത് മാക്സിമം നമുക്ക് അതിന്റെ ഫണ്ട് വേഗത്തിലാക്കി തരാമെന്ന് നമ്മൾക്ക് സാർ ഉറപ്പ് തന്നിട്ടുണ്ട്. അതിൽ ഞങ്ങൾ വിശ്വസിച്ചാണ് മുന്നോട്ട് പോകാൻ പോകുന്നത്. വളരെ സങ്കടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ അവിടെ ചെന്നാൽ കാണാൻ കഴിയുന്നത്. ഗൾഫിലെ ജോലി എടുത്തുകൊണ്ടിരുന്ന ഒരാള് സ്വന്തം നാട്ടിൽ തിരിച്ചു വന്ന് വളരെ നല്ല നിലയിൽ ഏവർക്കും മാതൃകയാക്കാവുന്ന തരത്തിൽ പ്രാണതുല്യം സ്നേഹിച്ച് കൃഷി നട്ടു വളർത്തി പരിപാലിച്ചു വരുന്ന ഒരു മാതൃകാ കർഷകനായിരുന്നു. അത് മാത്രമല്ല, ആ പ്രദേശത്തെ കൃഷിക്കാരനാകെ ഒരാളുടെ മാത്രം ഏക്കർ കണക്കിന് കൃഷിയാണ് അവിടെ രൂക്ഷമായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഈ താഴേക്കടയിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ പക്ഷത്തുനിന്ന് ഉണ്ടാവുന്ന ഒറ്റപ്പെട്ടതാണെങ്കിലും അലംഭാവങ്ങളും അതേപോലെ തന്നെ കൃഷിക്കാർക്ക് സഹകരിക്കാത്ത, കൃഷിക്കാർക്ക് സഹായകരമല്ലാത്ത നിലപാടുകളുമാണ് പ്രശ്നങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോ നേതൃതലത്തിൽ ഇപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട DFO എടുത്ത ആ ഒരു താല്പര്യം പോലെ ഡിപ്പാർട്ട്മെന്റിലെ താഴേക്കടയിലുള്ള നിരന്തരമായി ബന്ധപ്പെടുന്ന മറ്റ് ഉദ്യോഗസ്ഥന്മാരും അനുഭാവപൂർവ്വം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുറേയധികം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയും. അപ്പൊ എന്തായിരുന്നാലും ഒരു നല്ലൊരു സാഹചര്യത്തിലേക്കാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ആ പ്രദേശങ്ങളിൽ ആകെ ഇപ്പോൾ തൊട്ടടുത്ത പ്രദേശങ്ങളിലെല്ലാം ഇടവിട്ട് ഈ ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ താഴേക്കടയിലുള്ള ഉദ്യോഗസ്ഥന്മാർ മുന്നിൽ കുത്തി നോവിക്കുന്നത് പോലെ അവിടെ ആഴി കൂട്ടാൻ പറ്റില്ല, വൈദ്യുതി വിളക്കുകൾ ബൾബുകൾ പ്രകാശിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കൃഷിക്കാർക്ക് കൂടുതൽ മനോവേദന ഉണ്ടാക്കുന്ന, വിഷമുണ്ടാക്കുന്ന നടപടികളുണ്ട്. അതും ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിച്ച് തിരുത്താം എന്ന് അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട്. ആ കാര്യത്തിലെല്ലാം ഇപ്പോൾ ഒരു അനുകൂലമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്.